ഞെട്ടിക്കുന്ന ഫോൺ സംഭാഷണം പുറത്തായിട്ടുണ്ട്. ആര്യ രാജേന്ദ്രൻ കള്ളുകുടിച്ച് ചെയ്ത വൃത്തികേട്, കള്ളുകുടിച്ച് ബോധമില്ലാതെ ചെയ്ത വൃത്തികേട്, അത് ഞാനിപ്പോൾ സൈഡിൽ വെച്ചു തരാം. അതിനു മുമ്പ് പിണറായി വിജയനോട് ചോദിക്കുകയാണ്, നാണമുണ്ടോ പിണറായി നിങ്ങൾക്ക്? ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോ പിണറായി നിങ്ങൾക്ക്? എന്തിനെന്നല്ലേ? നിങ്ങൾ ഈ ഒരു വീഡിയോ ക്ലിപ്പ് ആദ്യം കാണണം. അതിനുശേഷം ഒന്നും കൂടി ഞാൻ പിണറായി കൊടുക്കുകയാണ്. സ്വർണം കട്ടവനെവിടെ പോയി? സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി. സ്വർണ്ണക്കള്ളന് കൂട്ടായി നിന്നത് കോൺഗ്രസ് ആണെന്നറിഞ്ഞും പോയി. സ്വർണ്ണക്കട്ടവനെവിടെ പോയി? സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി. സ്വർണ്ണക്കള്ളന് കൂട്ടായി നിന്നത് കോൺഗ്രസ് ആണെന്നറിഞ്ഞും പോയി. ഗോവർദ്ധനെ കണ്ടില്ലേ? സോണിയാഗാന്ധിക്ക് ഒപ്പമല്ലേ? ഗോവർദ്ധനും പൊറ്റിയും ഇന്ന് അടൂരിന്റെ കൂടെയല്ലേ? ഗോവർദ്ധനെ കണ്ടില്ലേ? സോണിയാഗാന്ധിക്ക് ഒപ്പമല്ലേ? ഗോവർദ്ധനും പൊറ്റിയും ഇന്ന് അടൂരിന്റെ കൂടെയല്ലേ? നാണമുണ്ടോ പിണറായി? പിണറായി, നീയും പോട്ടിനും കൂടി അയ്യപ്പന്റെ സ്വർണം കട്ടിട്ട് ഇപ്പൊ സോണിയാഗാന്ധിയുടെ തലക്കിടുന്നോ പിണറായി? നീ ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോ പിണറായി നിനക്ക്? അതായത് സഖാക്കൾ പാട്ടുപാടുകയാണ്, നിലവിൽ സ്വർണം കട്ടത് സോണിയാഗാന്ധി, പിണറായി വിജയൻ അല്ല എന്ന്. തെളിവുണ്ട്. പിണറായി വിജയനും പോട്ടിനും തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയുണ്ട്, തെളിവുണ്ട്. ലോകം തന്നെ പറഞ്ഞതാണ് പിണറായിയും സംഘവുമാണ് അയ്യപ്പന്റെ സ്വർണം കട്ടത് എന്ന്. നിലവിൽ പച്ചക്കളവ് പ്രചരിപ്പിക്കുകയാണ് LDFന്റെ നായ്ക്കളെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഒരു കാര്യം ഇടയ്ക്ക് പറയുകയാണ്, നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം പിണറായി വിജയനും കൂട്ടറും നടത്തുന്ന വൃത്തികേട് ഞാൻ പേടിക്കാതെ വിളിച്ച് പറയും. കുറേ പേര് ഇവർ വെട്ടിക്കൊലപ്പെടുത്തുന്നു എന്ന് പേടിച്ചിട്ട് ആരും മിണ്ടുന്നില്ല. അപ്പോൾ ഈ ചാനൽ നാലാളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേ മതിയാവും. പിണറായി വിജയ, ഇത്തിരിയെങ്കിലും ഉളുപ്പ് വേണ്ടേ പിണറായി വിജയ? നിനക്ക് ഭരണം കിട്ടണമെങ്കിൽ പിണറായി വിജയ, ഇവിടെയുള്ള സാധാരണക്കാർക്ക് നല്ല രീതിയിൽ ഭരിച്ചുകൊണ്ടാണ് നീ ഭരണം പിടിക്കേണ്ടത്. അല്ലാതെ എലക്ഷൻ വരുമ്പോൾ കള്ളഗർഭം കൊണ്ടുവന്ന നിനക്ക് ആരും വോട്ടിടൂല പിണറായി വിജയ. നീ അയ്യപ്പന്റെ സ്വർണം കട്ടിട്ട് ഇപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സോണിയാഗാന്ധിയുടെ തലക്കിടുന്നത്? പിണറായി വിജയ, നാണമുണ്ടോ പിണറായി വിജയ നിനക്ക്? ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോ പിണറായി വിജയ നിനക്ക്? ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ സന്ദീപ് ഏട്ടൻ പിണറായിക്ക് ഒന്നും കൂടി കൊടുക്കുന്നുണ്ട്. അതും കൂടി കേട്ടുകൊണ്ട് ഞെട്ടിക്കുന്ന ഫോൺ സംഭാഷണം ഞാൻ വെച്ചു തരാം. ഓക്കെ, പിണറായി വിജയൻ എന്ന് പറയുന്ന പണ്ടാരക്കാരൻ ഇറങ്ങിപ്പോയാൽ മാത്രമേ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന് സർക്കാർ ജീവനക്കാർക്കും അറിയാം. ഈ പാവപ്പെട്ട ആളുകൾക്ക് മുഴുവൻ അറിയാം. കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനെ അത്രത്തോളം വെറുത്തു കഴിഞ്ഞു. ഇത് പുറത്തോട്ട് പോകാൻ വേണ്ടി, പിണറായി സർക്കാർ പുറത്തു പോകാൻ വേണ്ടി കേരളത്തിലെ 4 കോടി മലയാളികൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹത്തിന്റെ ബഹിർസ്ഫുരണമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ റിസൾട്ടായി നമ്മൾ കണ്ടത്. 100% ശരിയല്ലേ ഇവിടെ സന്ദീപ് ഏട്ടൻ പറഞ്ഞത്? അതായത് പിണറായി വിജയൻ എന്ന ഈ വൃത്തികെട്ട ഭരണാധികാരി എത്രയും പെട്ടെന്ന് പോവണമെന്ന് സാധാരണക്കാരായ അമ്മമാരാണ് പ്രാർത്ഥിക്കുന്നത്. എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? അതായത് പിണറായി വിജയൻ 10 വർഷം ഭരിച്ചിട്ട് ഭരണം തീരാൻ വെറും 2 മാസം ഇരിക്കെ പുതിയ പെൻഷൻ പാസ്സാക്കുകയാണ്. ഓർക്കൂ നിങ്ങൾ, എല്ലാ സ്ത്രീകൾക്കും 2000 രൂപ വെച്ചിട്ട്. അതായത് ഭരണം തീരാൻ 2 മാസം ഇരിക്കെ അതിപ്പോൾ അത് കൊടുക്കത്തൊന്നുമില്ല, വെറുതെയാണ്. അതിപ്പോൾ അത് ഫോം ഫില്ലപ്പ് ആക്കാനൊക്കെ എത്ര സമയം വേണം? ഇത്തിരിയെങ്കിലും ഉളുപ്പ് വേണ്ടേ പിണറായി? നിനക്ക് നല്ല ബുദ്ധി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് മുമ്പ് നീ അധികാരത്തിൽ കയറിയപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യം നീ കൊണ്ടുവന്നിട്ടില്ല പിണറായി? ഇപ്പോൾ വോട്ടിന് വേണ്ടിയല്ലേ നീ അങ്ങനെ ചെയ്യുന്നത് പിണറായി? അപ്പോൾ ആര്യ രാജേന്ദ്രൻ്റെ വൃത്തികെട്ട ഒരു ഓഡിയോ ക്ലിപ്പാണ്, ഒരു ഫോൺ സംഭാഷണമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, തിരുവനന്തപുരത്ത് ഒരു KSRTC ബസ് ഡ്രൈവറെ ആര്യ ആ ഒരു പണ്ടാരത്തിൻ്റെ പേരും വരുന്നില്ല, ആര്യ എന്ന വൃത്തികെട്ട മേയർ ചെയ്ത കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് നേരിൽ കണ്ട ഒരാൾ പറയുന്ന കാര്യമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അതിനുശേഷം ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, എന്റെ പേര് ദൈവസഹായം എന്നാ. ദൈവസഹായം എവിടെ സ്ഥലം? എന്റെ വീട് കുഴിത്തറ. തിരുവനന്തപുരം കുഴിത്തുറ. തിരുവനന്തപുരം കുഴിത്തറ, സ്വന്തം വീട്. ഞാൻ വീട്ടിൽ പോവായിരുന്നു. എനിക്ക് സുൽത്താൻബത്തേരി പണിയായിരുന്നു. അവിടെ നേരെ ഒരു വണ്ടി കിട്ടി നേരെ തൃശ്ശൂർ ഇറങ്ങിയിട്ട് ആ ബസ്സിൽ കയറിയതാ. അത് ആലപ്പുഴ വരുന്ന വണ്ടിയാ. കയറിയിട്ട് ഞങ്ങൾ അതേപോലെ തന്നെ കയറി വന്നിട്ട് ആ തിരുവനന്തപുരത്ത് ആ മേയർ പെണ്ണിന്റെ ഭർത്താവ് സജിന്റെ MLA നമുക്കറിയത്തില്ല. പക്ഷെ അവിടെ എനിക്ക് കുഴിത്തറ പോകാനുള്ള ഞാൻ അന്നേ ഫസ്റ്റ് ദിവസം തന്നെ ഇത് വന്നപ്പം തന്നെ ഞാൻ ഈ കുഴിത്തറക്കാരനാണ്, കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ്, കുഴിത്തറയാണ് എന്റെ വീട്, എന്റെ അഡ്രസ് അടക്കം ഫുള്ള് ഞാൻ ഏത് കോറി വിളിച്ചാലും ഞാൻ എത്തുമെന്നും അന്ന് എന്താ സംഭവിച്ചതെന്ന് പറയാവോ? അന്ന് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇവര് ബസ് നേരെ കുറുക്കെ പിടിച്ച് കാറ് കുറുക്കെ പിടിച്ചിട്ട് ഒരു ചേട്ടൻ, ഒരു MLA എന്ന് പറഞ്ഞ് ആ പുള്ളി ഇറങ്ങി വന്നിട്ട് ബസ്സിനകത്ത് കയറി വന്നിട്ട് പറഞ്ഞ് ഈ ബസ്സിന് അങ്ങോട്ട് പോവില്ല, നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി യാത്രക്കാരിലൊക്കെ പോകണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടായി. അപ്പൊ കണ്ടക്ടർ ഡ്രൈവർ സീറ്റിന് തൊട്ടടുത്തിരിപ്പുണ്ട്, ഇപ്പുറത്ത്
ഒരു സീറ്റ് ഒരാളിരിക്കുന്ന സീറ്റില്ലേ, രാത്രി ആയതുകൊണ്ട് അവിടെയാണ് ഇരിക്കുക. നമ്മൾ എത്രയും കാലം കൊണ്ട് കയറുന്ന എനിക്കറിയാം. ആ പുള്ളി അവിടെ ഇരിപ്പുണ്ട്. ഇയാൾ വന്ന് പറഞ്ഞോടെ ആ പുള്ളി ആർക്കൊക്കെ ഫോൺ വിളിച്ച്, ഈ കണ്ടക്ടർ. പിന്നെ ആ പെണ്ണാണെങ്കിൽ കൈയും പോത്തിണ്ട് ഇങ്ങനെ എന്തൊക്കെ തെരയാന്നോ പറഞ്ഞെന്നറിയാമോ? പെണ്ണെ പിടിച്ച് അകത്ത് കയറ്റി ഇരുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഞാനും അന്നും പറഞ്ഞ ഇന്നും അത് തന്നെ പറയുന്നു. ഞാൻ ഒരു സ്കൂട്ടറുകാരൻ വന്ന് നിർത്തിയിട്ട് ആ പുള്ളിയോട് പറഞ്ഞു, ചേട്ടൻ എന്നെ കൊണ്ടുവിടി, എനിക്ക് കുളത്തറ പോകണമെന്ന് പറഞ്ഞിട്ട് ആ പുള്ളി പറഞ്ഞു, എന്നാ ചേട്ടൻ കയറിക്കോ എന്ന് പറഞ്ഞു. എല്ലാരും ഇറക്കി വിട്ട്. ഇവർക്ക് എന്താ കാര്യം? ഏത് ഈ സച്ചിനാണ് യാത്രക്കാരോട് നിങ്ങളെല്ലാം ഇറങ്ങിക്കോ, വണ്ടി ഇനിയും പോകത്തില്ല എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടത്? ആ, ഈ പുള്ളി ഇറക്കി വിട്ടെ, എല്ലാരെയും ഈ പുള്ളി ഇറക്കി വിട്ടെ. ഒരാൾ വന്നിട്ട് അവര് ക്യാമറ ഇങ്ങനെ പിടിക്കായിരുന്നു ഈ ഡ്രൈവറിന്റെ അടുത്ത് നിന്ന് വെച്ച്. അപ്പോൾ ആ പെണ്ണ് പറയാ, നിർത്തിക്കോന്ന്, ഓഫാക്കിടോ, അത് നിർത്തിക്കോന്ന് പറഞ്ഞ് വിളിച്ച് പറയാ. ഇവരൊരു വെള്ളം അടിച്ചോണ്ടിരിക്കാതെ ഈ മറ്റേ ഞങ്ങളെ നാട്ടിൽ പറയുന്ന രീതി വേറെയാ. അവരാൾ വെള്ളം അടിച്ചുകൊണ്ട് ഉണ്ടാക്കി നമ്മൾ വർത്താനം പറഞ്ഞ് നമ്മളൊക്കെ ഇറക്കി വിട്ടത്. ഞാൻ പേടിച്ച് ഈ സച്ചിന് വണ്ടി കയറി ഡ്രൈവറെ തെറി വിളിച്ചോ? ഡ്രൈവറിനെ തെറി വിളിച്ചോണ്ട് പറയാ, എടാ വണ്ടി നിർത്തിക്കോ, അല്ലെങ്കിൽ മറ്റാൾക്ക് മറിച്ചാക്കും പറയും. ഈ പുള്ളി ഡ്രൈവറിനെ തെറി പറഞ്ഞു. എന്നിട്ടാണ് ആ പെണ്ണും ഒരു പെണ്ണും വേറെ ഒരു സ്ഥിരമായിട്ട് അതിലേക്ക് ഇറങ്ങി വന്നിട്ട് ഡോറൊക്കെ തുറന്നിട്ട് അവരെല്ലാം ഉണ്ടാക്കിയത്. അവരാണ് ഈ ഷോ എല്ലാം കാണിച്ചത്. ഈ മേയർ എന്ന് പറഞ്ഞോള് ഇവനെ തെറി വിളിച്ചോ, യദുനെ? അവളാണ് ഷോ കാണിച്ചത്. ഇതാ നീ ആരാ, മറ്റാണ്, ഞാൻ വലിയ മേയറാണ്. അവളെന്ത് മേയറാണ്, മേയറിന്റെ വണ്ടി വരണം. അത് വല്ല കാറിലും കയറി വന്ന് അവളൊന്നും മേയറൊന്നും ഇല്ല. ഞാനായാലും ശരി, ഞാൻ ഒരു പോലീസുകാരനാണെങ്കിൽ ഞാനൊരു ബസ്സിൽ പോയാലും മാത്രമേ എനിക്ക് ഒരു ഡിപ്പൻഡ് കാറിൽ പോയാൽ എനിക്ക് പോലീസുകാരനാ. അത് കഴിഞ്ഞ് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞാൽ അത് വേറെയാ. ഇവർ ചുമ്മാ തോന്നിയ ദിവസം പറഞ്ഞുകൊണ്ട് ആ ചെക്കൻ്റെ ജോലിയെ കളഞ്ഞിട്ട് പിന്നെയും വർത്താനം പറഞ്ഞ് നടക്കുന്നത്. ഞാൻ അന്നും പറഞ്ഞ ഏത് കോടതി ഞാൻ പറയാം, എന്നെ വിളിച്ചാൽ മതി. കോടതിയിൽ താങ്കൾ കണ്ടത് മൊഴി നൽകാൻ തയ്യാറാണോ? ഞാനവർ പറഞ്ഞ ഏത് കോടതി വന്ന് ഞാൻ സത്യാവസ്ഥ പറയുന്നു പറഞ്ഞു, എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഈ സംഭവം എവിടെ വെച്ചാ, തിരുവനന്തപുരത്ത് എവിടെ വെച്ചാണ് ഈ വണ്ടി കാർ ഇവരെ ഫോളോ ചെയ്തത്? ഒരു 3 കിലോമീറ്റർ ഇപ്പം നടന്ന സംഭവം. ഇവർ വണ്ടി കൊണ്ട് ക്രോസ് ഇട്ട് ഇവരാ ഉണ്ടാക്കിയത് പ്രശ്നം മൊത്തം. ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കിയത് ഇവരാണ്, വണ്ടി ഇട്ട് ഇവരാണ് ഈ പെണ്ണുങ്ങളാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കി. ഈ ഏതോ അശ്ലീലാംഗ്യം കാണിച്ചു എന്നൊക്കെ പറഞ്ഞത് ചുമ്മാതാണോ, സത്യമാണോ? എന്ത് കാണിച്ചില്ല. ഒരു ബസ്സിലേക്ക് ശരി, ഞാൻ സൈക്കിളിൽ പോകുന്നു, എന്റെ ഫ്രണ്ട് ഒരു ലൈറ്റ് ഇത് ഒരു കണ്ണാടി വെച്ചോണ്ട് ഞാൻ വരുന്ന ബാക്കി വരെ ഞാൻ വല്ലതും കാണുന്നുണ്ടോ രാത്രി? അല്ല, പറയുമ്പോ എല്ലാം പറയണല്ലോ. ആരായിക്കോട്ടെ. ഇപ്പൊ ഇതിനു വേണ്ടി നിൽക്കാത്ത ആരും വരാത്തതെന്ന് പറഞ്ഞാൽ ആ ബസ്സിൽ കയറുന്ന ആരും വരത്തില്ല. എന്താണെന്ന് വെച്ചാല് നമുക്കെന്ന് പറയാം, നമുക്ക് ഇത് കേസുമായിട്ട് നടക്കേണ്ട കാര്യമല്ലെന്ന് പറഞ്ഞാൽ ആരും ഇതിൽ ഇടപെടത്തില്ല. പക്ഷെ ദൈവം എപ്പോഴും ഉണ്ടാവും. ആ സമയത്ത് ഏകദേശം എത്ര പേര് വണ്ടിയിലുണ്ടായിരുന്നു ഈ പ്രശ്നം നടക്കുമ്പോൾ? സാഫല്യം കോംപ്ലക്സിന്റെ പാളയം സാഫല്യം കോംപ്ലക്സിന്റെ ഫ്രണ്ടില് വണ്ടി നിറച്ച് നിങ്ങൾ ഇറക്കുമ്പോൾ അന്ന് ആ ബസ്സിനകത്ത് യാത്രക്കാരമായിട്ടുള്ളത് ഒരു 10-15 പേർക്ക് കൂടുതലില്ല. 15 പേര് താഴെയുള്ളൂ ഈ പാളയം സാഫല്യം കോംപ്ലക്സിന്റെ ഫ്രണ്ടിൽ ഈ ഇഷ്യൂ നടക്കുമ്പോൾ. അത്രേ ഉള്ളൂ. അതിലൊരു യാത്രക്കാരനായിരുന്നു താങ്കള്? അതിലൊരു യാത്ര ഞാനും. ബസ്സിന് പോവില്ല, ഇനി ബസ് പോവില്ല, നിങ്ങൾ യാത്രക്കാലം മൊത്തം ഇറങ്ങിക്കോ, ഇത് വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കി വിട്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. അവൻ കുടിച്ചിരിക്കാതെ വല്ല തെറിയൊക്കെ പറഞ്ഞേനെ. പിന്നെ അവന്നും മിണ്ടിയില്ല. എന്നുവെച്ചാൽ നമുക്ക് നാട്ടിൽ പോകണ്ടേ. അങ്ങനെ അവർ രണ്ട് വണ്ടി ഓട്ടാളം നിർത്തി അവരൊന്നും നിർത്തിയില്ല. പിന്നെ ഒരു സ്കൂട്ടർ വന്ന് ചേട്ടാ ഇങ്ങനെ നേരത്തെ ബസ്സിനെന്താ കേടാണ് പോവാന്ന് പറയും. ഇവര് ആ പെണ്ണൊക്കെ എന്ത് തെറിയാ വിളിക്കുന്ന ആ ഡ്രൈവറിനെ. മേയർ ആര്യേന്ദ്രനാണോ ഈ തെറി വിളിച്ചത്? അവള് പറഞ്ഞതാണ്. ഞാൻ എവിടെയാണോ ഒന്നും പറയും, തന്നെ പറയാം. അവള് പറഞ്ഞ പോലെ തന്നെ. പക്ഷെ അങ്ങനെയൊന്നും പറയരുത് ആണുങ്ങളെ. അത്ര മോശം തെറിയാണോ വിളിച്ചത് ഈ മേയർ ആര്യേന്ദ്രൻ? ആ പുള്ളി പറഞ്ഞു, എന്റെ ചേട്ടാ ആ പുള്ളി പറഞ്ഞു, നിങ്ങൾ മേയറാണ് എനിക്ക് അറിയത്തില്ല, നിങ്ങൾ ഈ വണ്ടി വന്നത് നിങ്ങൾ ആ വണ്ടിയിലാണ് ഈ സർക്കാർ വണ്ടി തന്നിരിക്കുകയാണെങ്കിൽ പറഞ്ഞു മേയറാ നമ്മൾ വണ്ടി സൈഡായി കൊടുക്കും. ഒരു സൂപ്പർ ഫാസ്റ്റ് പിന്നെ എങ്ങനെയാ പോകുന്നതാ? നടു റോട്ടിൽ പോകുന്ന വണ്ടി എത്ര കാലം ഇറക്കി വിട്ട്. അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ശരിക്കും നല്ല ആണുങ്ങളുണ്ടെങ്കിൽ അടിച്ച് പരിപ്പാക്കി വിട്ടേനെ അവിടെ നിന്ന് തന്നെ. എന്ത് മേയർ, എന്ത് പോലീസ്, എന്ത് കാണാനാ? ഒരു യൂണിഫോമില്ലാണ് ഇങ്ങനെ ഉണ്ടാക്കുക. അതാണ് നടന്ന സംഭവം. എന്നെ ഇവിടെ അന്നും പറഞ്ഞ ആ പുള്ളി ഈ മൊബൈൽ വിളിച്ച പുള്ളിയും പറഞ്ഞ ഏതോ അവന്റെ നമ്പർ കൊടുത്ത്, എന്റെ നമ്പർ ആ പുള്ളി കൊടുത്ത് എന്നെ വിളിച്ച ഏത് കോടതി ഞാൻ വന്ന് പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞ ഏതൊരു എനിക്കാരും പേരൊന്നും ഇല്ല. കോടതി എല്ലാവർക്കും ഒന്നാ. ഒരു കണ്ടക്ടർ ഡ്രൈവറിന്റെ ഇപ്പറായിരുന്നു. പിന്നെ ഒരാളെ ഫോൺ വിളിച്ച അയാൾ കണ്ടക്ടർ അവിടെ ഇരുന്ന് വെച്ച്. അതാരെ എന്താ നമുക്കറിയില്ല. ഈ ടച്ചിന്റെ എന്ന് പറയുന്നത് കയറി വന്ന് വെച്ച് മൂപ്പിക്കുക. ഇറങ്ങി എല്ലാവരും പൊക്കോ വന്ന് വണ്ടിയിൽ പോകത്തില്ല, നിങ്ങളൊക്കെ ഇറങ്ങിക്കോ, വണ്ടി കേടാണ് മറ്റാണ് എന്നൊക്കെ പറഞ്ഞ് വർത്താനം പറയുമ്പോൾ എല്ലാവരും ഇരുന്ന 2-3 പെണ്ണുങ്ങളുണ്ട്. അവരൊക്കെ ഇറങ്ങി എല്ലാവരും പോയി. എല്ലാവരും നമ്മളും ഇറങ്ങിപ്പോയി. പിന്നെ ഞാൻ അങ്ങ് പോയി. പിന്നെ ആ പാവപ്പെട്ട ചെക്കനെ ഇത് ചെയ്തുകൊണ്ട് അവൾ അനുഭവിച്ചു. അന്ന് ഞാൻ പറഞ്ഞ ഇവള് അനുഭവിക്കുന്നു, അതേപോലെ ദൈവം കൊടുത്തു അനുഭവിക്കും. കോടതി ഏതായാലും ശക്തമായി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടല്ലോ. ഇനി ദൈവം നമ്മളെ സർക്കാരിന്റെ കൂടെ അല്ല, നമ്മളെ ജനങ്ങളെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ ഇവളും ഭർത്താവും കോടതി കയറി ഇറങ്ങും. അത് ഞാൻ പറഞ്ഞ അന്നൊരു വാക്കാ, അത് വാക്കാം. പക്ഷെ ഇത് കാണുമ്പോൾ നമുക്ക് സങ്കടം. പാവപ്പെട്ട ഒരു ചെക്കൻ ഇങ്ങനെ ചെയ്യാണ്ട് ഒരു കാര്യമില്ല. ഇവര് വെള്ളം അടിച്ചോന്ന് ഇവര് വല്ലതും അറിഞ്ഞോ? ഇന്നവരെ കൊണ്ട് നോക്കണ്ടേ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട്?
ഇവള് വെള്ളം അടിച്ചുകൊണ്ട് വന്ന കല്യാണം പുരേന്ന് വന്നതാണല്ലോ. ഇവള് വെള്ളം അടിച്ചോണ്ടെന്ന് ആരും അറിഞ്ഞോ? ഒരു പോലീസുകാർ കൊണ്ടുപോയില്ലല്ലോ. അന്നേരം ദൈവസഹായം എന്ന് പറയുന്ന ആൾ ആ വണ്ടിയിലെ പാസഞ്ചർ ആയിരുന്നുവെന്നും അന്ന് കണ്ട കാഴ്ച കൃത്യമായിട്ടും കോടതിയിൽ പറയാൻ തയ്യാറാണെന്നും ഞാൻ യദുവിന്റെ അഭിഭാഷകനോട് പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും മേയർ കുടുങ്ങും. കാരണം എന്താണെന്നല്ലേ, ഇപ്പോൾ 2026 കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് 99.9% ഞാൻ എന്തായാലും ഇപ്പോൾ ഡെറ്റോളിൻ്റെ ആഡ് കാണിക്കുമ്പോൾ ഒരു ചെറിയൊരു കഷ്ണം ബാക്കി വെക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ മേയർ ചെയ്ത അഴിമതിക്കെതിരെ രാജേഷ്, പുതിയ മേയറായിട്ടുള്ള രാജേഷ് അതിനെതിരെ നിയമം തുടങ്ങിയെന്നാണ് കേട്ടത്. അവൾ എന്തായാലും പെടും. ഇനി കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നത്. രാഹുൽ മാങ്കുളത്തിനെ കുടുക്കിയ പക കോൺഗ്രസിന് വീട്ടാനുണ്ട്. ഒന്നൊന്നായിട്ട് എണ്ണിയിട്ട് വീട്ടും. ഓക്കെ, ഇത്തരത്തിലുള്ളവന്മാർ ജയിലിൽ പോകണമെന്നേ ഞാൻ പറയും. അതായത് ഇത്തരത്തിലുള്ളവന്മാർ എന്തൊക്കെ വൃത്തികരാണ് ഇവന്മാർ ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ്, അതായത് ഇത്തിരിയെങ്കിലും കരുണ ഉള്ളവർ, ഒരു കള്ളക്കേസ് എന്ന് അവന്മാർക്കറിയാം, CPM-കാർക്കറിയാം. അപ്പോൾ ഇത്തിരിയെങ്കിലും കരുണ കാണിക്കേണ്ട ഒരു കള്ളക്കേസിൽ കൊടുക്കുമ്പോൾ പാവങ്ങളല്ലേ, മനുഷ്യന്മാരുടെ ഒരു മനുഷ്യത്വത്തിന് ഒരു വില കൊടുക്കണ്ടേ? അതുകൊണ്ട് പറയുകയാണ്, ഒരു ഇതും നമ്മുടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എല്ലാത്തിനെയും പൂട്ടണമെന്നേ ഞാൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടൻ വരാൻ. തൽക്കാലം വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, ബൈ.